നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കെ എം മാണി സാറിൻ്റെ പ്രിയപുത്രൻ ജോസ് കെ മാണിയുടെ അവസ്ഥയെയാണ് മലയാളത്തിൽ ദുരവസ്ഥ എന്ന് പറയുന്നത്. അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് പിണറായി വിജയന് ജോസ് കെ മാണി എഴുതി കൊടുത്തിട്ട് മാസം 1 കഴിഞ്ഞു. വന്യജീവി ആക്രമണത്തെക്കുറിച്ചും തെരുവ് നായ ശല്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ് അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് ഇടതുമുന്നണിയിലെ മൂന്നാമത്തെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാവ് ജോസ് കെ മാണി മുഖ്യമന്ത്രി പിണറായി വിജയനും മുന്നണി നേതൃത്വത്തിനും കത്ത് നൽകിയത്. ഫലമോ? ഇപ്പോൾ ഫോൺ വിളിച്ചാൽ പോലും പിണറായി എടുക്കില്ല. യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും പിണറായി വിജയനും ജോസ് കെ മാണിയും തമ്മിൽ ഇപ്പോഴില്ല. അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ച് ചർച്ച ചെയ്യണമെന്ന ജോസ് കെ മാണിയുടെ ആവശ്യം ഒരു ധിക്കാരമായാണത്രേ പിണറായി വിജയൻ കാണുന്നത്. മുഖം രക്ഷിക്കാനെങ്കിലും ഒരു നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടണമെന്ന ജോസ് കെ മാണിയുടെ ആവശ്യത്തെ പിണറായി വിജയൻ നിർദ്ദയം തള്ളുകയായിരുന്നു. വിളിച്ചാൽ ഫോൺ പോലും പിണറായി ഇപ്പോൾ എടുക്കില്ല. ജോസ് കെ മാണി ആണെങ്കിൽ അത് കട്ട് ചെയ്തോളാൻ കൂടെ നിൽക്കുന്നവരോട് പിണറായി വിജയൻ പറയുമെന്നാണ് കേരള കോൺഗ്രസിലെ ചില നേതാക്കൾ തന്നെ രഹസ്യമായി പറയുന്നത്. ഏതായാലും ജോസ് കെ മാണിയോട് പിണറായി വിജയന് ഇപ്പോൾ നിലവിൽ യാതൊരു താല്പര്യവുമില്ല. കാരണം വന്യജീവി ആക്രമണം, തെരുവ് നായ ശല്യം എന്നൊക്കെ പറഞ്ഞ് അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് ആവശ്യപ്പെടാൻ ജോസ് കെ മാണി ആരാണ് എന്നാണ് CPM നേതാക്കൾ പലരും ചോദിക്കുന്നത്. സാക്ഷാൽ കെ എം മാണിയെ പോലും മര്യാദക്കിരുത്താൻ കഴിവുള്ള പിണറായി വിജയന്റെ അടുത്ത് ഈ ജോസ് കെ മാണി വല്ലതുമാണോ? മുന്നണി വിടുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ തന്നെ ജോസ് കെ മാണിയെ വെട്ടിയൊതുക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരെല്ലാം ജോസ് കെ മാണിയെ UDF എത്തിക്കാൻ കൊണ്ടുപിടിച്ച പണി നടത്തുകയാണെന്നും പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് ജോസ് കെ മാണി പോകുന്നെങ്കിൽ എവിടം വരെ പോകും എന്ന് നോക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണത്രേ പിണറായി വിജയൻ കൈക്കൊള്ളുന്നത്. പോത്തോടിയാൽ പടിവരെ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ജോസ് കെ മാണി ഓടിയാൽ എവിടം വരെ ഓടുമെന്ന് പിണറായി വിജയന് നന്നായി അറിയാം. മുന്നണി വിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതല്ലാതെ അതിനുള്ള ധൈര്യമൊന്നും ജോസ് കെ മാണിക്ക് ഇല്ല എന്നും പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് തന്നെ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഈ ആവശ്യം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് പിണറായി വിജയനെയും മുന്നണി നേതൃത്വത്തെയും സമീപിക്കുമ്പോൾ അവർ മുഖം തിരിക്കുകയാണ് പതിവ്. പിണറായി വിജയൻ പൊതുവെ ആരുടെയും ഫോൺ അങ്ങനെ എടുക്കാറില്ല, ഉന്നത CPM നേതാക്കളുടെയും അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകളുടെയും അല്ലാതെ. എന്നാൽ പിണറായി വിജയൻ്റെ സ്വഭാവത്തിന് അല്പമൊക്കെ മാറ്റം വന്നിരുന്നു ജോസ് കെ മാണി മുന്നണിയിലെത്തിയ ശേഷം. ആദ്യഘട്ടങ്ങളിലൊക്കെ ജോസ് കെ മാണിയുടെ ഫോൺ എടുക്കാനും അദ്ദേഹവുമായി ചർച്ച നടത്താനും സംസാരിക്കാനുമെല്ലാം മുഖ്യമന്ത്രി തയ്യാറാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ചു നാളായി അദ്ദേഹം ജോസ് കെ മാണിയെ അവഗണിക്കുകയാണ്. കത്തോലിക്ക ബിഷപ്പുമാരായി ചില ഗൂഢാലോചന നടത്തി മുന്നണി വിടാൻ ജോസ് കെ മാണി തയ്യാറെടുക്കുകയാണെന്നുള്ള സൂചന പിണറായിക്ക് കിട്ടിയതോടെയാണ് ജോസ് കെ മാണിയെ അവഗണിക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചത്. അങ്ങനെ ഇപ്പോൾ ഫോൺ പോലും എടുക്കാറില്ല എന്നാണ് ചില കേരള കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നത്. ജോസ് മോനാണെങ്കിൽ ചാടി UDF വരാനും വയ്യ. വന്നു കഴിഞ്ഞാൽ പാലാ സീറ്റ് തനിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല, കിട്ടിയാൽ തന്നെ ജയിക്കുമെന്നും ഉറപ്പില്ല. തനിക്ക് മന്ത്രിയാകാതെ ഇനി UDF വന്നിട്ട് കാര്യമില്ലെന്നും ജോസ് കെ മാണിക്ക് നന്നായി അറിയാം. ഇത് പിണറായി വിജയനും അറിയാം. അതുകൊണ്ടാണ് അടിയന്തര മന്ത്രിസഭാ സമ്മേളനം വേണമെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ച് വന്യജീവി ആക്രമണം, തെരുവ് നായ ശല്യം ചർച്ച ചെയ്യണം, ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ജോസ് കെ മാണിയുടെ പ്രഖ്യാപനത്തിന്, അവകാശവാദത്തിന് പിണറായി വിജയൻ പുല്ലുവില കൊടുക്കുന്നത്. യാതൊരു തരത്തിലുള്ള ഒരു നിയമസഭാ സമ്മേളനമോ അടിയന്തര സമ്മേളനമോ വിളിക്കേണ്ട ആവശ്യമില്ലെന്നും വന്യജീവി ആക്രമണമൊക്കെ അങ്ങനെ നടന്നു പോകുമെന്നും ജോസ് കെ മാണി വിഷമിക്കേണ്ട എന്നുമാണ് പിണറായി വിജയൻ്റെ നിലപാട്. ഇത് വലിയ ഒരു രാഷ്ട്രീയ തിരിച്ചടി തന്നെ ജോസ് കെ മാണിക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. മുന്നണി വിടാനും വയ്യ, മുന്നണി വിട്ടില്ലെങ്കിലോ ആത്മാഭിമാനം പിണറായിക്ക് മുന്നിൽ പണയം വെക്കേണ്ടി വരികയും ചെയ്യും. ഏതായാലും ജോസ് കെ മാണിയുടെ അവസ്ഥയാണ് ഇപ്പോൾ ദുരവസ്ഥ എന്ന് നമ്മൾ പച്ച മലയാളത്തിൽ പറയുന്നത്.